ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും വലിയ തോതിലുള്ള ഒരു നേട്ടം ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ലോക നേതാക്കളിൽ ഒന്നാമനായി മാറി ഇപ്പോൾ മോദി. അതായത് ഇൻസ്റ്റഗ്രാമിൽ 100 മില്യൺ ഫോളോവേഴ്സ് മറികടക്കുന്ന ആദ്യ ലോക നേതാവായി പ്രധാനമന്ത്രി മോദി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ഇൻസ്റ്റഗ്രാമിൽ ജോയിൻ ചെയ്തത് തന്നെ. ഇപ്പോൾ ഈ ഒരു കാലയളവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി 100 മില്യൺ ഫോളോവേഴ്സ് മറികടന്നിരിക്കുന്നു. ലോക നേതാക്കളിൽ ഒന്നാമനായി മാറിയിരിക്കുന്നു ഇപ്പോൾ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രധാന ഡിജിറ്റൽ നാഴികക്കല്ലാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. ഇൻസ്റ്റഗ്രാമിൽ 100 മില്യൺ ഫോളോവേഴ്സിനെ നേടുന്ന ആദ്യത്തെ ലോക നേതാവും രാഷ്ട്രീയക്കാരനുമായി മാറിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ അദ്ദേഹത്തിൻ്റെ അതുല്യമായ സാന്നിധ്യം അടിവരയിടുന്നു. 2014 അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ ചേർന്നു. കഴിഞ്ഞ ദശകത്തിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ക്രമാനുഗതമായി വളർന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്തുടരുന്നതും ഇടപഴകുന്നതുമായ രാഷ്ട്രീയ പ്രൊഫൈലുകളിൽ ഒന്നായി ഉയർന്നു വന്നു. ഔദ്യോഗിക ഇടപെടലുകൾ, അന്താരാഷ്ട്ര സന്ദർശനങ്ങൾ, പൊതുജന സമ്പർക്ക സംരംഭങ്ങൾ, സാംസ്കാരിക നിമിഷങ്ങൾ, വ്യക്തിപരമായ ചിന്തകൾ എന്നിവ പങ്കിടാൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു. വിശാലവും വൈവിധ്യപൂർണവുമായ പ്രേക്ഷകരുമായി ബന്ധപ്പെടാൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. ഈ നേട്ടത്തോടെ പ്രധാനമന്ത്രി മോദി ഇൻസ്റ്റഗ്രാമിലെ ആഗോള നേതാക്കളിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അന്താരാഷ്ട്ര എതിരാളികളെക്കാൾ ഗണ്യമായ ലീഡും നിലനിർത്തുന്നു എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. 43 മില്യൺ ഫോളോവേഴ്സുമായി രണ്ടാം സ്ഥാനത്തുള്ളത് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ്. അതായത് ഇരട്ടിയിലധികം ഫോളോവേഴ്സാണ് പ്രധാനമന്ത്രിയുടെ ഫോളോവേഴ്സിൻ്റെ എണ്ണം രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ട്രംപിനേക്കാൾ എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. അതായത് ട്രംപ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ട്രംപിനുള്ളത് 43 മില്യൺ ആണെങ്കിൽ നരേന്ദ്രമോദിക്ക് 100 മില്യൺ കടന്നിരിക്കുന്നു. അതായത് ഇരട്ടിയിലധികം ഫോളോവേഴ്സ് നരേന്ദ്രമോദിക്കുണ്ട് എന്നുള്ളതാണ് വ്യക്തം. ഇന്തോനേഷ്യൻ പ്രസിഡന്റായിട്ടുള്ള പ്രബാവോ സുബിയാൻഡോ 15 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. ബ്രസീൽ പ്രസിഡന്റായിട്ടുള്ള ലൂയിസ് ഇനാസിയോ ലുല സിൽവ 14 മില്യൺ ഫോളോവേഴ്സ്. തുർക്കി പ്രസിഡന്റായിട്ടുള്ള റസപ്പ് തയ്യിപ്പ് എർദോഗൻ 11 മില്യൺ ഫോളോവേഴ്സ്. അർജന്റീന പ്രസിഡന്റായിട്ടുള്ള ജാവിയർ മിലിക്ക് 6 മില്യൺ ഫോളോവേഴ്സ് എന്നിവരുൾപ്പെടെ മറ്റു ലോക നേതാക്കൾ വളരെ വളരെ പിന്നിലാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിക്ക് പിന്നിൽ നിൽക്കുന്നവരാണ് ഇവരൊക്കെ തന്നെ. ലോക നേതാക്കളുടെ ഫോളോവേഴ്സിന്റെ എണ്ണം അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ വ്യാപ്തിയും സ്വാധീനവും എടുത്തു കാണിക്കുന്നത് ശ്രദ്ധേയമാണ് എന്നുള്ളത് എടുത്തു പറയണം. ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ ആശയവിനിമയത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന രീതികളെ പ്രതിഫലിപ്പിക്കുന്ന ഇന്ത്യയിലും വിദേശത്തുമുള്ള യുവ പ്രേക്ഷകരുമായി പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം സാന്നിധ്യം ശക്തമായി പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത് ഒരുപോലെ പ്രകടമാണ്. ഇൻസ്റ്റഗ്രാമിൽ മറ്റ് എല്ലാ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെക്കാളും പ്രധാനമന്ത്രി മോദി വളരെ വളരെ മുന്നിലാണ് എന്നുള്ളത് എടുത്തു കാണിക്കുന്നു. ഏകദേശം 16 മില്യൺ ഫോളോവേഴ്സുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. 11 മില്യൺ ഫോളോവേഴ്സുമായി കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് അടുത്തതായിട്ടുള്ളത്. ആഭ്യന്തര രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രധാനമന്ത്രിയുടെ ആധിപത്യ സ്ഥാനത്തെ ഈ വ്യത്യാസം അടിവരയിടുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതായത് എല്ലാവരെക്കാട്ടിലും ബഹുദൂരം മുന്നിൽ എന്നുള്ളത് തെളിയിച്ചിരിക്കുന്നു നരേന്ദ്രമോദി. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിലും ലോക നേതാവ് എന്നുള്ള നിലയിലും ഇന്ത്യയിലും അതോടൊപ്പം തന്നെ ലോക രാജ്യങ്ങളിൽ പരമ്പരാഗത ആശയവിനിമയ ചാനലുകൾ ഒഴിവാക്കി പൗരന്മാരുമായി നേരിട്ട് ഇടപഴകുന്നതിന് ഇൻസ്റ്റഗ്രാം പോലുള്ള ദൃശ്യ സംവേദനാത്മക പ്ലാറ്റ്ഫോമുകൾ നേതാക്കൾ കൂടുതലായി ഉപയോഗിക്കുന്ന വിശാലമായ പ്രവണതയാണ് ഈ നാഴികക്കല്ല് പ്രതിഫലിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക മാധ്യമങ്ങൾ, ജനസമ്പർക്കം, ഭരണ സന്ദേശമയക്കൽ, പൊതുജന ഇടപെടൽ എന്നിവയ്ക്കുള്ള ഒരു പ്രധാന ഉപകരണമായി ഇൻസ്റ്റഗ്രാം തുടരുന്നു എന്നുള്ളതും വ്യക്തമാണ്.